അല്ല, ഞങ്ങള് പി വി അൻവറുമായിട്ട് നമ്മൾ വിശദമായി സംസാരിച്ചു. അദ്ദേഹം കോൺഗ്രസുമായിട്ടും UDF-ഉമായിട്ടും സഹകരിച്ച് നിൽക്കും. അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് സഹകരണത്തിന്റെ മോഡ് എന്താണ് എന്നതിനെക്കുറിച്ച് അദ്ദേഹം ചില നിർദ്ദേശങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിയിലും UDF-ലും ചർച്ച ചെയ്തൊരു തീരുമാനമെടുത്ത് അദ്ദേഹത്തെ അറിയിക്കും. അദ്ദേഹം ഞങ്ങളുമായിട്ട് അത് ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ഏത് മോഡിലാണ് അദ്ദേഹം ഞങ്ങളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കും. കോൺഗ്രസുമായിട്ടും UDF-ഉമായിട്ടും സഹകരിച്ച് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഏത് തരത്തിലാണ് പ്രവർത്തിക്കേണ്ടതെന്നുള്ളതിന് അദ്ദേഹം വച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിയിലും അതുപോലെ UDF-ലും വെച്ച് ഒരു തീരുമാനമെടുത്ത് എല്ലാ ഘടകകക്ഷികളുമായിട്ട് ആലോചിച്ചൊരു തീരുമാനമെടുത്തിട്ട് അത് അദ്ദേഹത്തെ അറിയിക്കും. അങ്ങനെയാണ്. അല്ല, അത് എത്രയും പെട്ടെന്ന് തന്നെ. അതങ്ങനെ അനാവശ്യമായിട്ട് ഡിലേ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു കണ്ടീഷനിലൊന്നും അല്ല. അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് വേണം. അദ്ദേഹം സഹകരിച്ച് നിൽക്കും. ഞങ്ങളുമായിട്ട് കൂടെ നിന്ന് പ്രവർത്തിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ സഹകരണം ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, അദ്ദേഹം വാഗ്ദാനം ചെയ്ത സഹകരണം സ്വീകരിച്ചിട്ടുണ്ട്. അത് ഏത് രീതിയിലായിരിക്കണം അതിനൊരു അല്ല, അത് ഏത് തരത്തിൽ വേണം എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം ചില നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും പാർട്ടിയിലും, ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാം, പാർട്ടിയിലും മുന്നണിയിലും എല്ലാ ഘടകകക്ഷികളുമായിട്ട് ആലോചിച്ച് പെട്ടെന്ന് തന്നെ. അല്ലല്ല അത് മുന്നണിയായിട്ട് ആലോചിക്കാതെ മുന്നണി പ്രവേശത്തിന്റെ കാര്യം പറയാൻ പറ്റുമോ? ഞാൻ UDF ചെയർമാനാണ്, ശരിയാണ്. തീരുമാനം എടുത്തിട്ട് പ്രഖ്യാപിക്കേണ്ട ആളാണ് ഞാൻ. തീരുമാനം എല്ലാവരുമായിട്ട് കൂടിയാലോചന നടത്തി തീരുമാനം എടുക്കേണ്ടത്. UDF ഘടകകക്ഷികളുടെ അത് ചെറുതും വലുതൊന്നുമല്ല. എല്ലാ ഘടകകക്ഷികളായിട്ട് UDF ഘടകകക്ഷികളുമായിട്ട് ചർച്ച ചെയ്തിട്ട് മാത്രമേ ഒരു കക്ഷിയുടെയോ ഒരാളുടെയോ UDF പ്രവേശനത്തെക്കുറിച്ച് ഫൈനലായിട്ട് പറയാൻ പറ്റുള്ളൂ. എല്ലാ ഘടകകക്ഷികളുടെ അഭിപ്രായം ഗൌരവത്തോടുകൂടി കേട്ടിട്ട് ഞങ്ങൾ ഒരുമിച്ചൊരു തീരുമാനം പെട്ടെന്നെടുക്കും. ഇല്ല. അദ്ദേഹം കോൺഗ്രസ് പ്രഖ്യാപിക്കുന്ന UDF പ്രഖ്യാപിക്കുന്ന ഏത് സ്ഥാനാർത്ഥിക്കും പരിപൂർണമായ പിന്തുണ അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അല്ല, അതിനെ സംബന്ധിച്ചൊക്കെയുള്ള ചർച്ചകൾ ഞങ്ങൾ നടത്തും. പാർട്ടിക്കകത്തും മുന്നണിക്കകത്തും നടത്തും. ഇല്ല, ഞങ്ങള് അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ചറിയാണ് ചെയ്തത്. അപ്പൊ അദ്ദേഹം സഹകരിച്ച് പ്രവർത്തിക്കാനുള്ളതിന്റെ രീതി ഏതാണ്, എങ്ങനെ വേണം സഹകരിച്ച് പ്രവർത്തിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. സഹകരിച്ച് പ്രവർത്തിക്കും എന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ അങ്ങനെ പറഞ്ഞില്ല. അത് ഞാനല്ലല്ലോ പറയേണ്ടത്. മുന്നണി പ്രവേശനം ഈ ഘട്ടത്തിൽ ഇല്ലെന്ന് ഞാനല്ലല്ലോ പറയേണ്ടത്, മുന്നണിയല്ലേ. മുന്നണിയായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും ഞാൻ പറയാമോ? ഇപ്പോൾ ചർച്ച ചെയ്യാൻ പോവാണ്. മുന്നണിയിൽ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ഘടകകക്ഷികളുമായിട്ട് സംസാരിച്ച് എപ്പോഴും തീരുമാനം എടുക്കുള്ളൂ ഇത്തരം കാര്യങ്ങൾ. അതുപോലത്തെ ഒരു തീരുമാനം എടുക്കും. UDF-ൽ അങ്ങനെയാണ്. അല്ലാതെ കോൺഗ്രസ് ഒരു തീരുമാനം എടുത്തിട്ട് ഘടകകക്ഷികളുടെ മീതെ അടിച്ചേൽപ്പിക്കുകയല്ല. അവരുടെയും കൂടി അഭിപ്രായം, ഗൌരവമായ അഭിപ്രായം വിശദമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. അങ്ങനെയല്ലേ? അല്ല, അത് അങ്ങനെ തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ മൂന്നുപേർ കൂടി ഓക്കെ എന്ന് പറയാൻ പറ്റുന്നതല്ല. അത് പാർട്ടിയിലും ചർച്ച ചെയ്യണം, ബാക്കി ലീഡേഴ്സുമായിട്ട് ചർച്ച ചെയ്യണം, മുന്നണിയിലും ചർച്ച ചെയ്യണം. ഞാൻ എത്ര പ്രാവശ്യം അത് തന്നെ പറഞ്ഞു. അല്ല, തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ അദ്ദേഹത്തിന്. അത് ഗുണം ചെയ്യല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലല്ലേ, അദ്ദേഹം അവിടെ MLA ആയിരുന്ന ആളല്ലേ. 9 വർഷം അവിടെ MLA ആയിരുന്ന ആൾ അവിടെ UDF-ന് അദ്ദേഹം രാജിവെച്ച് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ പറഞ്ഞാണല്ലോ. അദ്ദേഹത്തിന്റെ പിന്തുണ തീർച്ചയായിട്ടും ഗുണം ചെയ്യും, ഒരു സംശയ കാര്യത്തിലില്ല. അദ്ദേഹം പിന്തുണ ഗുണം ചെയ്യും. അദ്ദേഹം അത് പിന്തുണച്ചിട്ടുമുണ്ട്, അത് വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട്. ഓക്കെ.